എന്താടി? ഞാനൊരു സ്വപ്നം കണ്ടു. രാവിലെ ഇന്റർവ്യൂ ഉള്ളതല്ലേ, കിടന്നുറങ്ങാൻ നോക്ക്. ഈ വൈറസ് സ്റ്റാർ ആതിരയെ പറ്റി എന്താണ് അഭിപ്രായം? ആതിരെ ആർക്കാ അറിയാത്തത്? ആതിര പൊളിയല്ലേ. ആതിര കയറി വരട്ടെ, സപ്പോർട്ടിന് നമ്മളുണ്ട്. ചേച്ചി, ഈ വൈറൽ താരം ആതിരെ അറിയാമോ? ഓ പിള്ളേ, ആ കൊച്ചിനെ എനിക്കറിയാം. നമ്മളെ ഏരിയയിൽ തന്നെ കൊച്ചു താമസിച്ചിരുന്നത്. ആ വയ്യാത്ത പയ്യനും മരുന്ന് വാങ്ങാനും വാടക കൊടുക്കാനും ആ പിള്ള കിടന്ന ഓടിയ ഓട്ടം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ. ആ കൊച്ചിത്തിരി രക്ഷപ്പെട്ടു വന്നപ്പം കുറ്റം പറയാൻ കുറെ പൈലുകളും അവത്തിങ്ങളെത്തി നന്നായി കിടക്കട്ടെ എൻ്റെ ആറ്റുകാലം വെച്ച്. ചേട്ടൻ ആതിരയുടെ ഫാമിലിയെ പറ്റി എന്തെങ്കിലും അറിയാമോ? കണ്ണൻ്റെ കൂടെ ഞാനും പണിക്ക് പോയിട്ടുണ്ട്. കണ്ണൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്. നല്ല കൊച്ച കണ്ണൻ്റെ പെണ്ണെ. അവൻ്റെ വീഴ്ചയോടെ ആ കുടുംബം തകർന്നു. ആശുപത്രി ചെലവും വീട്ടുചെലവൊക്കെ ആയിട്ട് ആ കൊച്ചു കുറേ കഷ്ടപ്പെട്ടു. ആ കൊച്ചെടുത്ത തീരുമാനം ശരിയാണ്, അല്ലെങ്കിൽ അതൊക്കെ എന്നേ ഭൂമിയിൽ നിന്ന് പോയേനെ. ഹലോ, എന്തോന്ന് തീരുമാനം, എന്തോന്ന് ശരി? എനിക്കും ചിലത് പറയാനുണ്ട്. നിങ്ങൾ ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിച്ചേ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നാട്ടിൽ പെണ്ണുങ്ങളാരും ജീവിക്കുന്നില്ലേ? ചുമ്മാ നാണം കെട്ട ഓരോ കോലം തുള്ളല്, നാണക്കേട്. എങ്കിൽ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കുടുംബത്തിൻ്റെ കാര്യം ഏറ്റെടുക്കും. അതെന്തോന്ന് വർത്തമാനം? കാണുന്ന കാര്യങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞൂടെ? കുറ്റം പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറേ എണ്ണമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് പോകാൻ നോക്ക്. ചിന്നി ചിന്നു മഴയോരോർമ്മയായി പ്രാണൻ കത്തും താപമറയായി ഇനിയൊന്നു പെയ്യുമോ കുളിരാർന്ന ചില്ലയിൽ നിന്റെ പനിമതിയേകി എന്നിരാളി നീ. മേഡം, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടൻ തന്നെ മേഡത്തെ ആദരിക്കുന്ന ചടങ്ങുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ വിളിച്ചിരുന്നു. അവർക്ക് മേഡത്തോട് നേരിട്ട് കണ്ട് തന്നെ സംസാരിക്കണമെന്നാണ് പറയുന്നത്. ശരി, ഓക്കെ. മാഡം, ഇത്ര നേരം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മാഡം വളരെ വ്യക്തമായി തന്നെ മറുപടി തന്നു. മാഡം 1-2 ചോദ്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ? ഓ യെസ്. മാഡം എന്ത് ചെയ്താലും അതിനെല്ലാം നെഗറ്റീവ് പറയുന്നവരോട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ പോസിറ്റീവ് ആണല്ലോ ഈ പറയുന്ന എല്ലാവരുടെയും നെഗറ്റീവ്. അവർക്കും ജീവിക്കണ്ടേ? എന്നെ നെഗറ്റീവ് പറയുന്നവരുടെ ലക്ഷ്യവും പണവും ഫോളോവേഴ്സും റീച്ചും തന്നെയല്ലേ. എന്നെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായില്ലേ? ഈ പറയുന്നവരുടെ കാര്യം എന്താ? ചുമ്മാ ഒളിഞ്ഞും പാത്തും ഇരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക, അത്ര തന്നെ. മാഡത്തിന്റെ സംസാരത്തിൽ ഒരു അഹങ്കാരഭാവം ഇല്ലേ? ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, പല ചാനലുകളും പറയുന്നത് തന്നെയാണ്. ഇത്രയും വലിയൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിന്റെ ആണോ? ആയിരിക്കാം. ചിലപ്പോ എന്റെയും എന്റെ കുടുംബത്തിന്റെയും കഷ്ടപ്പാട് മാറിയതിൻ്റെതുമാകാം. അതെന്താ അങ്ങനെ പറയുന്നത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തേ എന്റെയും കുടുംബത്തിന്റെയും പട്ടിണിക്ക് നേരെ ആരും ചോദ്യം ചെയ്തില്ല? ഞങ്ങൾ ആഹാരം കഴിക്കാതെ കിടന്ന ഒരുപാട് ദിവസങ്ങളുണ്ടായിരുന്നു. അന്നീ കുറ്റം പറയുന്ന ആരെയും കണ്ടില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെന്തിനാണ് വിശപ്പടങ്ങിയ ഞങ്ങൾക്ക് നേരെ കുറ്റപ്പെടുത്തലും വിമർശനങ്ങളും? എനിക്ക് മനസ്സിലാകുന്നില്ല. മാഡം, അവസാനമായൊരു ചോദ്യം ചോദിച്ചോട്ടെ? കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ഇത്രയും നല്ല നിലയിൽ എത്തിച്ചേരുമെന്ന് മാഡം ഒരിക്കലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ ചോദിച്ചാ എല്ലാം ദൈവനിയോഗം.
ചില വിശ്വാസങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ ആ കുരുവികളിൽ നിന്ന് ഒന്നുപോലും നിലം പതിക്കുകയില്ലെന്ന്. അത്ര തന്നെ എന്റെയും കാര്യം. ദേ, ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, സമയത്തിന് കഴിക്കണം. പിന്നെ വീട്ടുജോലിയും ഓഫീസ് കാര്യം കൂടി രണ്ടും കൂടി ഒരുമിച്ച് നടക്കത്തില്ല. ഒരു വീട്ടുജോലിക്കാരി ഉള്ളതാണെങ്കിൽ അവൾക്ക് എന്നും അസുഖം, സമയത്തിന് വരുത്തുമില്ല. എന്നാൽ അവളെ മാറ്റി വേറെ ആളെ വെക്കാൻ പറഞ്ഞാലോ നിങ്ങൾ അതോട്ട് കേൾക്കത്തുമില്ല. അവളിങ്ങ് വരുവന്നേ, അവളൊരു പാവല്ലേ? അവള് പാവാണെങ്കിൽ ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കണോ? ആരോ ബെല്ലടിക്കുന്നുണ്ട്, ഇനി അതും ഞാൻ പോയി നോക്കണമായിരിക്കും. ഞാൻ തന്നെ പോയി നോക്കാം. ആതിര്, നിങ്ങൾ അസുഖമൊക്കെ മാറിയോ മക്കളെ? മാറി. എന്നാ അകത്തോട്ടിയല്ലേ, ജോലിയും തുടങ്ങിക്കോ. ശരി. ഓ, നീ വന്നാ? നിന്റെ പനിയൊക്കെ മാറിയോ? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് വന്നാ മതിയായിരുന്നല്ലേ. പനിയൊക്കെ മാറിയച്ചി, ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല. ആര് പറഞ്ഞു പനിയൊക്കെ മാറിയെന്ന്? ഇപ്പോഴത്തെ പനിയൊക്കെ പെട്ടെന്ന് മാറുന്ന പനിയല്ല. ഇതുപോലൊരു കൊച്ചു ഇവിടെ ഉള്ളതാ. നീ ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ആ ചേച്ചി, ഒരു 10-100 രൂപ കിട്ടിയിരുന്നെങ്കിൽ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാമായിരുന്നു. ഇതിപ്പോ കൊറേ ആയി. വാങ്ങിയ വല്ല കണക്ക് ഓർമ്മയുണ്ടോ? അത് കേട്ടാ നീ ഞെട്ടും. ശമ്പളം പോലും തരാനുണ്ടാവൂല. കൊച്ചിനെ കൊണ്ട് പോവാൻ നോക്ക്. എനിക്ക് ഓഫീസിൽ പോകാനുള്ള ടൈമായി. നീ പോ. ആ, ഒന്ന് നിന്നേ. ആ ഗേറ്റം കടച്ചേക്ക് പോകുമ്പോഴേ പട്ടിശല്യം ഉള്ളതാ. നിനക്ക് സ്വല്പം മനസാക്ഷി കാണിക്കായിരുന്നു. ആ കുഞ്ഞിനെങ്കിലും അല്പം ആഹാരം കൊടുക്കാമായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നാട്ടുകാർക്ക് ദാനം ചെയ്യാനല്ല. നിങ്ങൾക്ക് ഇവിടെ വെറുതെ തിന്നോണ്ടിരുന്ന് പറഞ്ഞാൽ മതിയല്ലോ. പോകുമ്പോൾ നമ്മളിതൊന്നും കൊണ്ടുപോകത്തില്ല. ദൈവം തമ്പുരാൻ ഇതെല്ലാം കാണുന്നുണ്ട്. ആതിരാമ്മ, നീ എങ്ക പോയിട്ട് വരേ? ആ ജോലിയും പോയേക്ക. ആകെ ഉണ്ടായിരുന്ന വരുമാനം അതല്ലേ. വീട്ടിലെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കുറച്ച് ക്യാഷ് കടം ചോദിക്കാമെന്ന് വിചാരിച്ച് പോയതാ. പക്ഷേ ആ തള്ള എന്നെക്കാട്ടി ദാരിദ്ര്യം പറയുന്നു. എന്ത് ചെയ്യാനാ? അക്കനറിയാലോ ഞാൻ എന്ത് ആത്മാർത്ഥമായിട്ട് അവിടെ ജോലി ചെയ്തേന്ന്. എന്നിട്ടും അവര് അമ്മ നീ അവൻ വീട്ടുക്ക് പോണേ? ഉനക്ക് തെരിയല്ലേ അവളൊരു മനസ്സാட்சி ഇല്ലാത്ത എരുമമാടെന്ന്? അത് തെരിഞ്ചും എതുക്കമ്മ നീ അങ്ങ് പോണേ? നാളെ വെള്ളിയാഴ്ചയല്ലേ, കുടുംബശ്രീയിലെ ലോൺ അടയ്ക്കാനുണ്ട്. കണ്ണേട്ടൻ്റെ മരുന്നും കഴിഞ്ഞിരിക്കുക. വേറൊരു ജോലി കിട്ടുന്നവരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. ആലോചിച്ചിട്ട് ഭ്രാന്തെടുക്കുന്നു. ശരി ശരി, നീ കവലപ്പെടാതമ്മ. കടവുൾ ഏതാவது വഴി കാമിக்கிறேன். നീ ഇപ്പൊ പോ, നമുക്ക് വീട്ടുക്ക് വന്നിട്ട് പേസലാം. ശരിയക്ക, വാ മോനെ. ടാറ്റാ. ആ ചേച്ചി, ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു. പനിയൊക്കെ മാറിയിട്ട് അങ്ങോട്ട് ചെന്നാൽ മതിയെന്നാണ് അവർ പറയുന്നത്. ഇനി നമ്മുടെ പനി അങ്ങനെ അവർക്ക് പിടിച്ചാലോ? ഇനി അവർ വിളിച്ചാലും ഞാൻ പോകുന്നില്ല ചേച്ചി. എന്നാൽ പനിയല്ലേ, ഒരു ദിവസത്തെ ശമ്പളം കൈ വെച്ചേക്കെന്നും പറഞ്ഞ് തന്നില്ല. സെക്രട്ടേറിയറ്റ് പോലുള്ളൊരു വലിയ വീടും വെച്ചിട്ട് രാവിലെ മുതൽ രാത്രി വരെ ജോലിയാ. എന്നാൽ ശമ്പളം ഉണ്ടോ? അതുമില്ല. ചേച്ചി, എനിക്കൊരു സഹായം ചെയ്യാമോ? ഏതെങ്കിലും മനുഷ്യപ്പറ്റുള്ളവരുടെ വീട്ടിൽ എനിക്കൊരു ജോലി നോക്ക്. ശരി ചേച്ചി. എന്തുവാടേ രാവിലെ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഉള്ള ജോലി അങ്ങ് തെറിച്ചു, അത്ര തന്നെ. അത് പോണെങ്കിൽ പോട്ടെ. നീ ആ ശശിയെണ്ണം പറഞ്ഞ ജോലി നോക്ക്. നിന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ? ആ ആക്സിഡൻറ്റിൽ ഞാനങ്ങ് തീർന്നു പോയെങ്കിൽ ഇതൊന്നും കാണണ്ടായിരുന്നു. എന്താ കണ്ണേട്ടാ, ഇങ്ങനെയെങ്കിലും എന്നോടൊപ്പം ഇരിക്കാൻ വേണ്ടി ഞാൻ പെട്ട പാട് നിങ്ങൾ മറന്നോ? എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്.
കരയണ്ട അച്ഛ. മോനെ ഷെൽവിയക്കാ, ഷെൽവിയക്കാ, എന്നമ്മാ? കുറച്ച് കാശ് വല്ലതും ഇരിപ്പുണ്ടാക്ക. என் கையில் காசு எதுவுமே இல்லை. உனக்கு வேணும்னா கொஞ்சம் சாப்பாடு தரேன். இது சாதாரண சாப்பாடு அல்லம்மா, நல்ல 5 ஸ்டார் சாப்பாடு, கஞ்சியும் சம்மந்தியும். ஏன் இப்படி பார்க்குறேன்? இந்த ஊரில் தேங்காய் விலை ரொம்ப ஜாஸ்தி. அந்த விலை வச்சு பார்க்கும்போ இது 5 ஸ்டார் சாப்பாடு தான். உனக்கு சிரிப்பு. நீ வேணும்னா சொல்லு, எனக்கு நிறைய வேலை இருக்கு. വേണോ അക്ക? பாப்பா அந்த சாப்பாடு எடுத்துட்டு வா. சரி அம்மா. அப்புறம் நீ இனி என்ன பண்ண போற? ഒന്നും അറിയില്ല ചേച്ചി, ജോലിയൊന്നും ആയില്ല. എന്തെങ്കിലും ഒരു ജോലി നോക്കണം, അല്ലാതെ ഭയങ്കര കഷ്ടപ്പാടാ. நீ கவலைப்படாதம்மா, ஏதாவது ஒத்து வந்துடும். அம்மா. ஆ தா சாப்பிடு. ശരി അക്ക. എന്താണ്? ഇവിടെ എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. എൻ്റെ കൊച്ചെ, ഇവിടുത്തെ പണിക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാനുള്ള കച്ചവടം ഇവിടെ ഇല്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശമ്പളം കുറവായാലും കുഴപ്പമില്ല. ആ നോക്കട്ടെ, അടുത്ത ആഴ്ച വാ, നോക്കാം. ശരി. ശരി. അമ്മ, എനിക്ക് വിശക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, മാതാവിൻ്റെ അടുത്ത് പോവാം. അവിടെ ബ്രെഡ് ഉണ്ട്, അമ്മ അത് എടുത്തു തരാം. വാ. ഹലോ ചേച്ചി, ഒരു 500 രൂപ കാണുമോ കടം തരാൻ? ചേച്ചി ആകെ ബുദ്ധിമുട്ടില്ല. കൊച്ചിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനായിരുന്നു. നമ്മളിപ്പോൾ പുതിയ വാടക വീട്ടിലോട്ട് മാറി. അതിനു വേണ്ടി തന്നെ നല്ല ക്യാഷ് കയ്യിൽ നിന്ന് ചിലവായി. ഇപ്പോൾ കണ്ണേട്ടൻ്റെ പഴയ മുതലാളിയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് വാടകയുടെ കാര്യത്തിലൊരു ആശ്വാസമുണ്ട്. ഇന്നും ഒരു ജോലി കിട്ടുമെന്ന് കരുതി പോയതാ, അതും ശരിയായില്ല. ഇല്ല അല്ലേ? ശരി, ഓക്കെ. ഹായ് ചേച്ചി, ഇതൊരു ചലഞ്ചിങ് പ്രോഗ്രാമാണ്. ഒരു ചലഞ്ചിന് തയ്യാറാണോ? ഞാനൊരു അക്ഷരം പറയും, ആ അക്ഷരം വെച്ച് ഒരു 4 വരി ചേച്ചി പാടിയാൽ ഈ ക്യാഷ് ചേച്ചിക്ക് സ്വന്തം. അഥവാ 2 വരിയാണെങ്കിൽ ഇതിന്റെ പകുതി. എങ്ങനെ? ചാലഞ്ചിന് തയ്യാറാണോ? അപ്പൊ റെഡിയല്ലേ? അക്ഷരം ഷ. തുടങ്ങാം നമുക്ക്. അപ്പൊ ഓക്കെ. ശിശിരം കുളിരും നിങ്ങളി വന്നാലേ പുഴതൻ ചിരിയോ ആമർമുന്നാകെ വെണ്ണിലാവിൽ നീ മൂടി നിൽക്കവേ താരകാരഥം കണ്ണ് വച്ചുവോ മലരിൽ മധുപൻ തേനൂറുന്നുവോ ശിശിരം കുളിരും നിങ്ങളെ വന്നാലേ പുഴതൻ ചിരിയോ ആമനമൊന്നാകെ. അടിപൊളിയായിട്ട് പാടിയാലോ? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ നമുക്ക് പ്രൈസ് തരണ്ടേ? ഓക്കെ, സന്തോഷായോ? ഹാപ്പി ആയോ? അപ്പൊ ഇനി പിന്നെ കാണാം. ഓക്കെ, ചേട്ടനെ തലയ്ക്ക് എന്തോ ഓളമായ? നമ്മൾ ചാലഞ്ചിന് 100 അല്ലേ കൊടുത്തോണ്ടിരുന്ന, പൊറ്റടി 500 എടുത്ത് കൊടുത്തേക്കുന്നു. ഓ, അമ്മയും കൊച്ചിനെ കണ്ടപ്പോ സെന്റിയെ കാണുമല്ലേ? നീ കാര്യം അറിയാതെ സംസാരിക്കുന്നു. ആ ഫോണും കണ്ടതേ. നീ ഇത് കണ്ടു നോക്ക്, എന്നിട്ട് പറ. നീ ഇന്ന് വരാൻ ലേറ്റായപ്പോൾ ഞാൻ കരുതി ആ പള്ളിയുടെ വിഷ്വൽസ് ഒക്കെ ഒന്ന് എടുക്കാമെന്ന്. അപ്പോഴാണ് ആ അമ്മയും കുഞ്ഞിനെ എന്നെ ശ്രദ്ധയിൽപ്പെട്ടത്.
മാതാവേ, പരീക്ഷണമാണോ എൻ്റെ മോനെ വിഷപ്പെടുക്കാൻ വേണ്ടി ഞാൻ ഈ പൈസ എടുത്തത്? ഇല്ല, എനിക്കിതിന് കഴിയില്ല. മാതാവേ, എന്നോട് പൊറുക്കണേ. സോറി ഏട്ടാ, കാര്യം അറിഞ്ഞില്ല. എല്ലാം അറിഞ്ഞിട്ട് വേണം വല്ലതും പറയാൻ. ഡീ, നീ ഇത് കണ്ടോ? നീ ഇവിടെ ഇറക്കിയിട്ടോ കൊച്ച, അവള് വൈറലായി. ഇവിടുത്തെ ജോലിക്കാരിയല്ലേ, വൈറലാകും. എത്ര നാളത്തേക്കാ സോഷ്യൽ മീഡിയയിൽ ഇവളുടെ കാലം? ഇവള് കഴിയുമ്പോൾ ഇനി ഒരുത്തി, അത്രേ ഉള്ളൂ. നിങ്ങളിത് കണ്ട് എന്തിനാ എത്ര സന്തോഷിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ആണോ അവള്? കൊള്ളാലോ, കൊണ്ട് വന്നേക്കുന്നു. അവക്ക് അസൂയ, എൻ്റെ ലൈക്ക് മോക്ക് തന്നെ. ஆதராமா இது பாரு பாரு பாரு. രേണുസുതി ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. താഴില്ലടാ. അപ്പൊ നെഗറ്റീവ് പറയുന്നത് എനിക്ക് നെവർ മൈൻഡ്. இந்த அம்மாவே தெரியலையா? சோஷியல் மீடியாவில் எவ்வளோ நெகட்டிவ் கேட்டுட்டு இருக்கேன், இப்பெல்லாம் கேட்டுதான் இருக்கு. ஆனா இந்த அம்மா எங்க இருக்க, புரிஞ்சதா? அந்த மாதிரி ஃபயரா சோஷியல் மீடியா மைண்டே பண்ணாம முன்னோட்டு போயிட்டு தான் இருக்கணும். விஜயம் உனக்கு கிடைக்கும். நம்ம எல்லாரும் உன் கூட தான் இருக்கிறேன், புரிஞ்சதா? சரி அக்கா, போகட்டுமா? சரி சரி. കണ്ണേട്ടാ, സോഷ്യൽ മീഡിയ കാണുന്നുണ്ടല്ലോ, ഫുൾ നെഗറ്റീവ് കമൻസാ. കണ്ണേട്ടന് ഇതൊക്കെ കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? സോഷ്യൽ മീഡിയ അല്ലേ, 2 തരത്തിലുള്ള ആൾക്കാർ കാണും. നീ അതൊന്നും കണ്ട് വിഷമിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഫുൾ സപ്പോർട്ട്. എനിക്കത് കേട്ടാൽ മതി. സ്റ്റാർട്ട് ക്യാമറ, മ്യൂസിക്, ആക്ഷൻ. ഇതലായി വിരിഞ്ഞ സ്നേഹം, അതിലൊന്നലിഞ്ഞു ഞാനും നിറവാനിൽ. ഒരു വെൺപിറാവെന്റെ കുഞ്ചലിൽ ചിരിതൂകി നിന്നു നീ എൻ താരമേ. ആദ്രെ ഇതൊന്നും നോക്കിയേ. പിന്നെ അയ്യജി, ഞങ്ങളുടെ ചാനലിൽ കൂടെയാണ് ചേച്ചിയുടെ തുടക്കം, അത് മറക്കരുത്. നല്ല രാശിയുള്ള ചാനലാ. പിന്നെ ഈ വലിയ പോപ്പുലർ ചാനലൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളെ മറക്കരുത്. ഞാനൊന്ന് പോകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം മറക്കണോ വേണ്ടായോന്ന്. ചേച്ചി പോയിട്ട് ചേച്ചി, പുറത്ത് ഞങ്ങൾ കട്ട സപ്പോർട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. ആതിര, കൺഗ്രാജുലേഷൻ. താങ്ക് യു. മോനെ, കണ്ണേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്, വിജയിച്ച് വരണം. അക്കാ പോട്ടെ. ശരി. எதுக்கம்மா சங்கடப்படுறேன்? ரொம்ப വലിയ அவசரம் தான் உங்களுக்கு கிடைச்சது. அவ்வளோ பெரிய நடிகரை நேர்ல பார்க்கலாமே, அதுவும் ரொம்ப பக்கத்துல. எத்தனை பேருக்கு கிடைக்கும் அந்த பாக்கியம்? ஆனா உனக்கு அந்த பாக்கியம் கிடைச்சிருக்கு. குழந்தை நான் பாத்துக்கிறேன், இவனும் என் குழந்தை தானே. அதை பற்றி நீ ஒன்றும் கவலைப்பட வேண்டாம். நீ சந்தோஷமா போயிட்டு வா.
പാപ്പ ഇങ്ങ് വാ. പ്രതിസന്ധികളെ ധീരതയോടെ നേരിടുന്ന ഇത്തരത്തിലുള്ള വനിതകളെയാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പൊ നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട അതിഥി രേണുസുതി എത്തിച്ചേർന്നിട്ടുണ്ട്. രേണുസുതിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം രേണുസുതിയെ നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. എ ബിഗ് ഹാൻഡ്സ് ടുഗദർ. അപ്പം നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വൈറൽ താരം ആതിരയെ ആദരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയ താരം രേണുസുതിയെ സ്വാഗതം ചെയ്യും. ഹായ് ചേട്ടാ, നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് വലിയൊരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടി ഇത്രയും വലിയൊരു നിലയിലെത്തിയത്. താങ്ക് യു സോ മച്ച്. അടിപൊളി. ഇനി സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ താരം രേണുസുതിയെ സ്വാഗതം ചെയ്യുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിൽ പങ്കിടാൻ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ആതിരയുടെ സ്റ്റോറി എൻ്റെ ലൈഫ് സ്റ്റോറി ആയിട്ട് വളരെ സാമ്യമുള്ള സ്റ്റോറിയാണ്. സോ ഞാനിപ്പോൾ ഒന്നേ പറയാനുള്ളൂ, ആതിരയെ പോലെ ഉള്ളവരോടും അതുപോലെ മറ്റ് ഇങ്ങനെ നമ്മളെ പോലുള്ള ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ അത് കേട്ട് താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകണം. നമുക്കൊരു വിജയം ആതിരയൊക്കെ വലിയൊരു സെലിബ്രേറ്റ് ചെയ്യല്ലേ, താരമായി. സോ അതുപോലെ നിങ്ങൾക്കും ആകാൻ സാധിക്കും. അപ്പോൾ ദൈവം തമ്പുരാൻ നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം നമുക്ക് നെഗറ്റീവ് ഒന്നും ബാധകമേ അല്ല. മുന്നോട്ട് പോകാം. സോ കൺഗ്രാജുലേഷൻസ് ആദ്യം. അപ്പം നെഗറ്റീവ് പറയുന്ന പോലെ അതുപോലെ അതിലപ്പുറം നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട് നമുക്കൊപ്പം നിൽക്കുന്നതും. അതുപോലെ ഒരുപാട് പേര് നമുക്ക് പോസിറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്ക് ഒപ്പം സപ്പോർട്ടിനുണ്ട്. അവരോടൊക്കെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആതിരയ്ക്ക് ഒരു വലിയൊരു കൺഗ്രാജുലേഷൻസ്. എനിക്ക് ഷൂട്ട് ഉണ്ട്, തിരക്കുണ്ട്, പുതിയ ആൽബം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. താങ്ക് യു സോ മച്ച് ഓൾ. നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വൈറൽ താരം ആതിരയെ 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഞാൻ പഠിച്ച ഈ സ്കൂളിൽ തന്നെ ഒരു ഗസ്റ്റായിട്ട് വരികയും ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.